ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ സത്യസന്ധതയുടെ ആഴത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, യേശുവിനെ ഏറ്റുപറയാൻ ഈ അന്ത്യകാലത്ത് ദൈവം ഒരു ജനത്തെ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതായത് ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവർ അലഞ്ഞു നടന്നു, അവർ വേട്ടയാടപ്പെട്ടു, അവർ പീഡിപ്പിക്കപ്പെട്ടു, അവർ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു, അവർ നഗരത്തിലും ഗ്രാമങ്ങളിലും ഇടവഴികളിലും അവർ അലഞ്ഞു നടന്നു. അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു. ഹെബ്രായ ലേഖനം 11 പറയുന്നുണ്ട്, ശ്രദ്ധിച്ചേ. അതായത് അന്ത്യകാലത്ത് കേട്ടോ, ഇത് ദൂതാണ്. അന്ത്യകാലത്ത് ദൈവം ഒരു ജനതയെ രൂപപ്പെടുത്തും. അന്ത്യകാലത്ത് ദൈവം ഒരു ജനതയെ, അതായത് വഴുക്കുന്ന വരമ്പിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് ചാടിക്കളിക്കാത്ത, ചാഞ്ചാടിക്കളിക്കാത്ത, സംശയമില്ലാത്ത, അല്ലെ സംശയത്തിൽ ജീവിക്കാത്ത, വിശ്വാസത്തിൽ ഉറപ്പുള്ള ഒരു ജനതയെ ദൈവം രൂപപ്പെടുത്തും. ആ ജനതയുടെ പ്രത്യേകത എന്താ അറിയാമോ? ആ ജനത 100-ൽ 99 പേരും യേശുവിനെ വിശ്വസിക്കാനോ സ്വീകരിക്കാനോ യേശു ഏകരക്ഷകനാണെന്ന് തന്റെ ഇടത്തോടെ പറയാനോ മടി കാണിക്കുന്ന ഒരു സമയത്ത് ദൈവം 100-ൽ ഒരാളെ മാറ്റി നിർത്തിയിട്ട് പറയും, ഇത് എന്റെ ജനം, ഇത് എന്റെ ജനം. അങ്ങനെ ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പിനെ ദൈവം മാറ്റി നിർത്തും. ശ്രദ്ധിച്ചോണം. റോമർ 11 പറയുന്ന ബാലിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000, അങ്ങനെ ദൈവം കൗണ്ട് ചെയ്യും ഒരു ജനത്തെ. ജീസസ് വിൽ കൗണ്ട് ഓൺ സംബഡി. He will take into account. He will take seriously some people, a group of people, a microscopic minority. ഒരു ന്യൂനപക്ഷം. ആ ന്യൂനപക്ഷം ആരെന്നറിയാമോ? യേശു ഏകരക്ഷകനാണെന്ന് എല്ലാവരും, പള്ളി പറഞ്ഞാലും പട്ടക്കാലം പറഞ്ഞാലും, ശ്രദ്ധിച്ചോണം, പള്ളി പറഞ്ഞാലും പട്ടക്കാലം പറഞ്ഞാലും, ധ്യാനഗുരു പറഞ്ഞാലും പ്രബോധകൻ പറഞ്ഞാലും, യേശു ഏകരക്ഷകനല്ലെന്ന് പറഞ്ഞാലും, യേശു അല്ലാതൊരു രക്ഷകനില്ലെന്ന് പറയുന്ന ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി. മനസ്സിലായോ? ചിലപ്പോ നിങ്ങൾ പള്ളിയിൽ പോകുമ്പോ വികാരിയച്ഛൻ പറയും യേശു ഏകരക്ഷകനല്ലെന്ന്. ചിലപ്പോ അങ്ങനെ വരാം, ഒരു കാലം അങ്ങനെ വരാം. പക്ഷെ അവിടെ ഒരു 10 ചെറുപ്പക്കാര് പറയും യേശു മാത്രമേ ഉള്ളൂ രക്ഷകൻ. അവര് പറയുന്നത് യേശു മാത്രമേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞാലും പള്ളി പറഞ്ഞാലും യേശു മാത്രമേ ഉള്ളൂ ഏകരക്ഷകൻ. ഞങ്ങൾ അതിനകത്ത് വെള്ളം ചേർക്കാൻ, ഡൈല്യൂട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല. യേശു മാത്രമേ ഉള്ളൂ ഏകരക്ഷകൻ. അപ്പൊ പറയും എല്ലാ മതങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു പോളിതെയിസ്റ്റിക് ഒരു ബഹുമത ബഹുവിശ്വാസ പശ്ചാത്തലത്തിൽ അങ്ങനെ പറയേണ്ടതുണ്ടോ? അപ്പൊ ആ 10 പേര് എഴുന്നേറ്റ് പറയും അങ്ങനെ പറയേണ്ടതുണ്ട്, അങ്ങനെയേ പറയാവൂ. അപ്പൊ അവര് നിങ്ങൾക്കെതിരായാലോ, അവര് നിങ്ങൾക്ക് സ്ഥാനം നഷ്ടപ്പെടുത്തി കളഞ്ഞാലോ, അവര് നിങ്ങളുടെ ജോലി തട്ടിത്തെറിപ്പിച്ചാലോ, അവര് നിങ്ങൾക്ക് കിട്ടാവുന്ന പ്രൊമോഷൻ തടഞ്ഞാലോ, അങ്ങനെ തടഞ്ഞാലും അങ്ങനെ പറയൂ, അങ്ങനെ പറയാവൂ. എളുപ്പമല്ല. മനസ്സിലായോ? മൈക്കിലൂടെ വരുന്ന ശബ്ദത്തിന്റെ ആവേശത്തിൽ ചിലപ്പോ യേശു പറയാൻ തോന്നും, എളുപ്പമല്ല. ബട്ട് ജീസസ് ഈസ് കൗണ്ടിങ് ഓൺ യു ആൻഡ് മീ. റെഡിയാണോ? തയ്യാറാണോ? അതായത് കർത്താവേ, ഞാൻ നിന്നെ തള്ളി പറയില്ല, എനിക്ക് പോരായ്മകളുണ്ട്, ഞാൻ ദേഷ്യപ്പെടുന്ന ഒരാളാണ്, എനിക്ക് കോപം വരാറുണ്ട്, എനിക്ക് ഒത്തിരി കുറവുണ്ട്, പക്ഷേ ഞാൻ നിന്നെ തള്ളി പറയില്ല. ഒരവസരം വരുമ്പോ, ഒരു സന്ദർഭം വരുമ്പോ കഴുത്തിന് കത്തി വെച്ചിട്ട് നാളെ ഒരാൾ എന്നോട് പറയുകയാണ്, നടന്നു പോകുന്ന നടവഴികളിൽ നാളെ ക്രിസ്ത്യാനി ന്യൂനപക്ഷമാവുകയും നാളെ ക്രിസ്ത്യാനിയുടെ അംഗബലം എണ്ണം കുറയുകയും ചെയ്യുമ്പോ ഏതെങ്കിലും ഒരു തീവ്രവാദ സമൂഹത്തിൽപ്പെട്ട ഒരാള് ഒരു ജിഹാദിയുടെ കത്തിമിനത്തുമ്പ് നിന്റെ കഴുത്തിൽ വെച്ചിട്ട് നിന്നോട് പറയുകയാണ് ഡിനൈ ജീസസ് എന്ന് പറഞ്ഞാൽ, ദൈവത്തിനൊരു പുത്രനെ കൊണ്ട് ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ, ദൈവത്തിനൊരു പുത്രൻ ഇല്ലെന്ന് പറഞ്ഞാൽ, യേശു ഏകരക്ഷകനല്ല ഒരു പ്രവാചകൻ മാത്രമാണെന്ന് പറഞ്ഞാൽ, ആ കത്തിമുന എടുത്ത് നിന്റെ കഴുത്തിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അമർത്തിയാൽ അപ്പോൾ തന്നെ നിന്റെ കഴുത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകി നീ പിടഞ്ഞ് തീരാൻ ഇനി സെക്കൻഡുകളുടെ നിമിഷാർദ്ധ നേരം മാത്രമേ കൺമുമ്പിൽ മിച്ചമുള്ളൂ എന്നറിയുമ്പോഴും നട്ടല്ലോടെ നിന്നിട്ട് പറയും, കൊന്നാലും കത്തിക്കിരയാക്കിയാലും ചോര വാർന്ന് മരിച്ചാലും അവസാനത്തെ പ്രാണൻ ശരീരത്തിൽ നിന്ന് അറ്റുപോകുന്നത് വരെ ഒന്നേ പറയാവൂ, യേശു മാത്രമേ ഉള്ളൂ ഏകരക്ഷകൻ.